ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വളരെ ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരു വിഷയം ഇന്ന് ന്യൂസിൽ കേൾക്കുവാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് തമിഴ്നാട്ടിൽ ഉള്ള ഒരു ടെമ്പിളിൽ, തിരുച്ചെന്തൂരിൽ ഉള്ള ടെമ്പിളിൽ ഒരു പൂജാരി, അവിടുത്തെ മെയിൻ പൂജാരി, ദൈവത്തിനെ കാണാനായിട്ട്, അതായത് ക്ഷേത്ര ദർശനത്തിന് ബ്രൈബ് വാങ്ങുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു. ആ വിഷയം ഇങ്ങനെ വെളിയിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ പൂജാരിയുടെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. ദൈവത്തെ കാണണമെങ്കിൽ പൂജാരിക്ക് കൈക്കൂലി കൊടുത്താലേ അനുവദിക്കത്തുള്ളൂ. ഈ വിവരം എങ്ങനെയോ അറിഞ്ഞ്, ഇപ്പോൾ തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെൻറ്റൊക്കെ ആണല്ലോ. അപ്പം നമ്മുടെ വിജയുടെ മിനിസ്ട്രിയിലുള്ള ദേവസ്വം മന്ത്രി ആ ടെമ്പിളിൽ പോകാനിടയായി. അതായത് തിരുച്ചെന്തൂരിലുള്ള ക്ഷേത്രത്തിൽ അദ്ദേഹം മന്ത്രിയാണെന്ന് അറിയാതെ അദ്ദേഹത്തോട് 4000 രൂപ കൈക്കൂലി ചോദിച്ച് പൂജാരി. അതിനുശേഷം പിന്നീട് മന്ത്രിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാൽ അതിന് വഴങ്ങാതെ അയാളെ സസ്പെൻഡ് ചെയ്യും. അതിന് കൂട്ടുനിന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്, അതായത് അവിടെ സൂക്ഷിക്കേണ്ടവർ, അവർക്കും വന്നിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തതായിട്ട് ഒരു ന്യൂസ് കാണുവാനായിട്ടിടയായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വേറൊന്നുമല്ല, അത്രയും ബോൾഡായിട്ട് അങ്ങനെ ഡിസിഷൻ എടുത്ത് മന്ത്രിയെ തിരിച്ചറിയാതെ, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ രാജാക്കന്മാർ വേഷം മാറിപ്പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതായിട്ടൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ വേഷം മാറിപ്പോകുന്നതല്ല, സാധാരണ വേഷത്തിൽ പോയാൽ മന്ത്രിയാണെന്നൊന്നും ആരും തിരിച്ചറിയത്തില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തിന് വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നൊരു. അതുപോലെ തന്നെ തെറ്റ് ചെയ്ത് പൂജാരി മാനസാന്തരപ്പെടട്ടെ. ചെയ്ത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രം ചെയ്ത് അർഹതപ്പെട്ട ശമ്പളമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഹിതമൊക്കെ വാങ്ങി സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റട്ടെ. ഇതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ദൈവത്തെ കാണാനായിട്ട് കൈക്കൂലി കൊടുക്കാനായിട്ട് ആരും പോവല്ലേ. ദേവസ്ഥാനത്തിന്, ടെമ്പിളായാലും ചർച്ചയായാലും എന്തായാലും അതിനൊക്കെയും അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനൊക്കെ പണത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവം നേരിട്ട് വന്ന് ചോദിക്കത്തില്ല. നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുക. പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ദൈവത്തെ കാണാനായിട്ട് കൈക്കൂലി അല്ലെങ്കിൽ ക്യൂവിൽ സ്പെഷ്യൽ ഇൻവൈറ്റേഷൻ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമുക്കറിയാം, നമ്മളെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവുമാണ് അറിയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ നല്ല ഒരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. കൈക്കൂലിയൊന്നും കൊടുക്കരുത്. ദൈവത്തെ കാണേണ്ട സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ കാണുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ചുരുക്കുന്നു. ബൈ ടു ഓൾ. ബൈ.